സ്പീക്കർ, മറ്റ് സഭാംഗങ്ങൾ, കുട്ടികളുടെ ഇടയിൽ വികസിച്ചു വരുന്ന ലഹരി എന്ന മഹാവിപത്തിനെ നമുക്ക് എങ്ങനെ തടയാം? പ്രിയപ്പെട്ട സ്പീക്കർ, സഭാംഗങ്ങളെ, ഇവിടെ ചോദിച്ചതുപോലെ കുട്ടികളിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെ തടയണമെങ്കിൽ ആദ്യം വരെ കുട്ടികൾ മിഠായികളും മറ്റു വിതരണങ്ങളും വാങ്ങിക്കുന്നത് ഒഴിവാക്കുക. അഥവാ വാങ്ങിച്ചാൽ തന്നെ മാതാപിതാക്കളെ അതുപോലെ സമ്മതത്തോടു കൂടിയായിരിക്കണം. കോളേജുകളിലും ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഉള്ളവർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുകയും അവർക്ക് ഒരു കൗൺസിലിംഗ് നൽകുവാൻ സാധിക്കണം. അഥവാ കൗൺസിലിംഗിലൂടെ അവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും നമുക്ക് കണ്ടുപിടിക്കാനാവും. എന്താണെന്ന് ദയവായി തീരുമാനം. ബഹുമാനപ്പെട്ട സ്പീക്കർ, മറ്റെല്ലാ സഭാംഗങ്ങളെ, സിനിമകളിലും ടെലിവിഷൻ പരിപാടികളിലും മദ്യവും ലഹരി ഉപയോഗവും കുട്ടികൾക്ക് കാണിക്കുന്നത് കുട്ടികൾക്ക് മാതൃകയല്ലേ നൽകുന്നത്. ഓർത്തില്ല. എൻ്റെ പല ചിന്തകളാണ് മീറ്റിങ്ങിന് മാതാപിതാക്കൾക്കായി പുസ്തകം മറ്റടിച്ച് പൂർത്തിയായി. ഉടൻ തന്നെ അത് വിദ്യാർത്ഥികളിൽ
വരം കണക്കെ കിട്ടിയ ഈ ജീവിതം നമ്മളോട് പറഞ്ഞു, പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളുമായിരിക്കും. പാമ്പിനറിയാം, പാമ്പിനെ അടിച്ചു കൊല്ലാൻ വരുന്നവൻ ആരാണെന്ന് പാമ്പിനറിയാം. ആ വ്യക്തികളോട് പാമ്പ് എന്ത് ചെയ്യും? പ്രതികരിക്കാൻ നിൽക്കില്ല. പക്ഷെ പാമ്പിനറിയാം ബാക്കിയുള്ളവർ പ്രശ്നക്കാരല്ലാന്ന്. അവരെ പാമ്പ് ശരിക്കും പേടിപ്പിക്കും, അല്ലെ? അതാണ് വിവേകം. നിങ്ങൾക്ക് അറിവുണ്ടാകണം, ഈ സമൂഹത്തിന്റെ തെറ്റുകൾ എന്തെന്ന് അറിവുണ്ടാകണം. ഈ വിവേകം ആർക്ക് മാത്രമുള്ള കഴിവാണ്? ഈ ജീവജാലങ്ങളിൽ, ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ വിവേകമുള്ളത് ആർക്ക് മാത്രമാണ്? മനുഷ്യന് മാത്രമുള്ള കഴിവാണ് വിവേകം. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ്. നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ വരുന്നു, സ്കൂളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾ സമൂഹത്തിൽ പല കാര്യങ്ങളിലും വ്യാപരിക്കുന്നു. ഈ അവസരങ്ങളിലൊക്കെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അത് വേണം. നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ കാലഘട്ടത്തേക്കാൾ ഒരു പടി കൂടി മുന്നിലാണ്. മാധ്യമങ്ങളുടെ ഇവിടെ ലോകത്താണ്. സൈബർ യുഗത്തിൽ വളരുന്ന മിടുക്കന്മാരുമാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്താണ്? ഒത്തിരി കാര്യങ്ങൾ കണ്ടറിയുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ കണ്ടറിയണം, എല്ലാം കണ്ടറിയണം. ആ കണ്ടറിയുന്നതിൽ നിന്നും നന്മയെ തിരിച്ചറിയുക, തിന്മയെ വെറുക്കുക, അതായിരിക്കും വിവേകം. അത് നിങ്ങൾക്ക് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ നിങ്ങൾ മനുഷ്യ കുഞ്ഞുങ്ങളായി, മനുഷ്യന്റേതായ മനുഷ്യത്വം നിറഞ്ഞ പെരുമാറ്റം നിങ്ങൾ രൂപം കൊള്ളും. വേണ്ടേ വേണ്ട, ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ നാടുന്ന, ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ നാടുന്ന. വരും കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരും കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ, വിഷങ്ങൾ പലതുണ്ടരുതേ. അവയുടെ അടുത്തുപോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി ശിരസ്സുയർത്തി ശിരസ്സുയർത്തി